Hey guys, welcome back to my channel. So in this video, Warsaw Centro Sister. We will try a Turkish authentic food, Arabic food, meat lovers. We will try food. Missy and Pomachanagi, Endali Poetumoka. 45 slotty normal, Alangi, or 50-55, 10 slotty difference in the variant. നിങ്ങൾക്കിപ്പം ഞാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് മീറ്റ് കഴിക്കുന്ന ആളാണ്. എനിക്ക് വരെ ഒരു നോർമൽ തന്നെ ധാരാളമാണ്. അപ്പം നിങ്ങൾക്ക് അത്രത്തോളം വിശക്കുന്നു, അത്രത്തോളം മീറ്റ് ലവറൊക്കെ ആണെങ്കിൽ മാത്രം വലിയ സാധനം ഓർഡർ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നോർമൽ കുഞ്ഞു സാധനം തന്നെ ഓർഡർ ചെയ്താൽ മതി. കുഞ്ഞിതൊന്നല്ല, ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക്, എന്നിട്ട് പറയാം. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, വൺ ഓഫ് ദി ബെസ്റ്റ്. അതേപോലെ ഒതന്റിക് തുർക്കിഷ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് നന്നായിരിക്കും. ഔട്ട് ഓഫ് 5 I would give എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറയ്ക്കണ്ടേ, കുറയ്ക്കുന്നില്ല. I would rate 5 out of 5 for this particular dish, Iskander. ഞാൻ ട്രൈ ചെയ്ത ഡിഷ് ഇതാണ്. I would rate 5 out of 5. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ, ബിഗ് സെഫ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. എൻ്റെ വീഡിയോ എൻ്റെ സൗകര്യം എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ. സെൻട്രോസിന് 2-3 കെബാബ് ഷോപ്പ് മെഗ്ഡി ഒക്കെ ഉണ്ട്, അതിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റ്. നമുക്ക് പുറത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അത് ഓപ്പൺ കിച്ചണാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല മീറ്റ് അവിടെ കിടന്ന് കറങ്ങുന്നത് കാണാൻ. കമ്പിയിൽ കയറുമ്പോൾ തന്നെ സ്റ്റേക്കിന് വേണ്ടിയിട്ട് മറ്റിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എന്താ പറയുക, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല മീറ്റ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ബീഫും മട്ടനും ചിക്കനും എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. കുറച്ച് നേരം കയറുമ്പോൾ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ക്യൂവിലായിരുന്നു 2-3 ആളായിട്ട്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് സ്ഥലമോ കാര്യങ്ങളൊന്നുമില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസാണ്. പക്ഷെ അതന്നെ അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മീറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ സെറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ആംബിയൻസ് തന്നെ, ഒന്നും പറയാനൊന്നുമില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഇന്ന് പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. ബാക്കി ആൾക്കാരൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും ഞാൻ കണ്ടിട്ടുള്ളത് തുർക്കിഷ് ആൾക്കാരനെയാണ്. അതായത് തുർക്കിഷ് പീപ്പിളാണ് മെജോറിറ്റി. അവരൊരു ഹബ്ബ് പോലെ, നാട്ടിൽ നമ്മളെ ചായക്കട നമ്മുടെ ഡൊമിനേഷൻ എന്ന് പറഞ്ഞ പോലെയാണ് ഇവർക്കിത്. മെനു നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കണ്ണ് പോയത് ഒരു ഡിഷിലേക്കാണ്, ഇസ്കാൻഡർ. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു കുറേ കാലം തിരഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും 45 സ്ലോട്ടി അങ്ങനെ എന്തുകൊണ്ട് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും പറഞ്ഞു, ഒരു ബക്ലാവയും പറഞ്ഞു, ഒരു ഡെസേർട്ടാണത് ബക്ലാവ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇസ്കാൻഡർ. അതായത് ബീഫുണ്ട്, അതേപോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ബീൻസ് ഉണ്ട്, പച്ചമുളകല്ല, തക്കാളി, പിന്നെ കുറച്ച് ഒരു ബ്രെഡിൻ്റെ കുറച്ച് പീസുകളുണ്ടാവും. അതിൽ നല്ലൊരു സോസൊക്കെ ആയിട്ട് നല്ല ബീഫ് ഇങ്ങനെ എന്താ പറയുക, സൂപ്പറായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഓവർ ഫ്ലേവേർഡ് അല്ല, ഒരു മൈൽഡ് ഫ്ലേവറിൽ. പക്ഷേ എന്താ പറയുക, ആ ടൊമാറ്റോയും ബ്രെഡും ഒക്കെ ഒരു സ്പെഷ്യൽ സോസിൽ മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ മീറ്റ് നല്ല ടെൻഡറായിരുന്നു. ഓവറായിട്ട് കുക്ക് ചെയ്ത പോലത്തെ സാധനം അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു ഫ്രഷ്നെസ് ആയിരുന്നു ആ മീറ്റിൽ നിന്ന് കിട്ടും. കാരണം അത്രയും നല്ല അടിപൊളി ഡിഷായിരുന്നു. ഞാൻ കുറേ കാലം വെയിറ്റ് ചെയ്ത് നിന്നതിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നു. അറിയില്ല, നമ്മൾ എന്താ പറയുക, ഒരു ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ട് എന്ത് കഴിക്കുകയാണെന്ന് വെച്ചാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ, ഒരു മൈൻഡിലായാലും സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങൾ കിട്ടണ്ടേ. അതെനിക്ക് ഇത് കഴിച്ചപ്പോൾ കിട്ടി. ഞാൻ പിന്നെ അധികമൊന്നും വെയിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഞാനൊരു ചെറിയ പോർഷൻ മീൻസ് എന്ന് പറഞ്ഞാലും ചെറുതാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം എന്നെ പോലത്തെ ഒരാൾക്ക് അത്യാവശ്യം കഴിക്കുന്ന ഒരാൾക്ക് ഒരു സ്മോള് പറഞ്ഞാൽ മതി, അതന്നെ ഒരുപാടുണ്ട്. വൈറ്റ് കുറച്ച് തൈരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ എൻജോയ് തന്നെ ഫിനിഷ് ചെയ്തു. ഇതാണ് നമ്മൾ ബക്ലാവ, ഒരു തുർക്കിഷ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ടാണ്. നല്ല ഷുഗറിയാണ്, പക്ഷേ മധുരം ഞാൻ അധികം കഴിക്കാത്ത ആളാണ്, മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ എന്നാലും ശരി, എൻ്റെ ഒരു ഫേവറേറ്റാണ്. കാരണം നല്ല പിസ്താഷ്യം ഒക്കെ കൂടെ ഉള്ളൊരു ഐറ്റം. ഫൈനലി നമ്മളെ ബില്ല് 58 സ്ലോട്ടി, ഒരു സ്കാൻഡറും ഒരു ബക്ലാവയും, വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. 58 സ്ലോട്ടി. അപ്പോൾ ഇതാണ് കോസ്റ്റ് വരിക.